ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡായിട്ടാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു കൗ ഫാം അല്ലെങ്കിൽ സാധാ ഫാംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പറ്റുകയാണെങ്കിൽ ഒരു വില്ലേജും കണ്ടുപിടിക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ ഉള്ളൊരിത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫുൾ സെറ്റ് അയൺ ആർമറും ടൂൾസ് പറഞ്ഞ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നമുക്കൊരു ഇത് കിട്ടണം. നമ്മുടെ ഫാം ഞാൻ കരുതണം നമ്മുടെ വീട്ടിൽ മുമ്പിലിട്ടിട്ടെണ്ണം കിട്ടുന്നതാണ്. അതിന് ഗൈസ് നമുക്ക് കുറേ വുഡ് വേണം. ആദ്യം നമുക്ക് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഒരു ഫാം ഉണ്ടാക്കാം. ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഹോ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഗൈസ് നമ്മുടെ കയ്യിൽ ഇതില്ല, ബക്കറ്റില്ല വെള്ളം ഒഴിക്കണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബക്കറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒരിക്കലും കൂടി മൈനിങ്ങിന് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബക്കറ്റിന് വേണ്ടി നമുക്ക് ഒരിക്കലും ഒന്നുകൂടി മൈനിങ്ങിന് പോകേണ്ടി വരും. വേഗം തന്നെ നമുക്ക് മൈനിങ്ങിന് പോവാം. ആദ്യം ഒന്ന് കഴിക്കട്ടെ. കഴിച്ചിട്ടും കഴിച്ചിട്ടൊന്നും അറിയില്ല. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ പുതിയ മൈനിങ് ഏരിയ. പുതിയതല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു തന്നെ. ഓക്കെ, നമുക്ക് ഇവിടെ പോയിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ മൈൻ ചെയ്യാം. നമ്മുടെ എന്തെങ്കിലും അയൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് മൈൻ ചെയ്തെടുക്കാം. കാരണം ഇനി നമുക്ക് അയണിന് നല്ല ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് 10 അത്ര കിട്ടണ അയൺ നമുക്ക് മൈൻ ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ പോകണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ 31 നമ്മുടെ എവിടെയായിരുന്നു നമ്മൾ മൈൻ ചെയ്ത് അവിടെ ഇരുന്നു. ഓക്കെ, നമുക്ക് ഏകദേശം ഇവിടെ ലാഭമുണ്ട്. നമുക്ക് ഇതിനെ കുറിച്ച് പോവാം. നമ്മൾ ഇവിടെ ഇരുന്ന് ഒന്ന് അയണൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെയാണ് കുഴിച്ചു പോവാം. ഓക്കെ, ആൻഡ് അല്ലെങ്കിൽ വേണ്ട, എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ വെച്ചാൽ ഇതുണ്ട്, ഒരു 3 ബ്ലോക്ക് ഇവിടുന്നാണ്ട് കുഴിച്ചു മാറ്റുക. അല്ല 3 അല്ല, ഒരു 4 ബ്ലോക്ക് ഇങ്ങനെ കുഴിച്ചു മാറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2 ബ്ലോക്ക് കിട്ടിയില്ല. ഓക്കെ, 2 ബ്ലോക്ക് 1 2 കഴിഞ്ഞിട്ട് അടുത്തൊരു 4 ബ്ലോക്ക് ഇങ്ങനെ കുഴിച്ചു. അതാകുമ്പോൾ തന്നെ ഈ 4 ബ്ലോക്കുള്ള ചുറ്റളവുള്ള എല്ലാ അയണും നമുക്ക് തന്നെ കിട്ടും. പിക്കാക്സും പൊട്ടി. അപ്പോൾ എന്തെങ്കിലും അയൺ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, നമ്മൾ കണ്ടില്ലേ ഇവിടുന്ന് ഇത്രയും കുഴിച്ചു, ഇങ്ങനെ സ്ട്രിപ്പ് മൈൻ ചെയ്തിട്ട് ഇവിടെ നമുക്ക് കുറച്ച് അയൺ കിട്ടി. എത്ര അയൺ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. ബൈ ദ വേ എനിക്ക് തോന്നുന്നു 3 ഉണ്ടാവും എന്നാണ്. ഓക്കെ, 3 ഉണ്ട് ഭാഗ്യം. ഈ 3 മതി. ഓ, കുറേ ഉണ്ട് കേട്ടോ. 3 മതി, കാരണം നമുക്കൊരു ബക്കറ്റിൻ്റെ ആവശ്യം ഇപ്പോൾ ഉള്ളൂ. ഒരു ബക്കറ്റ് മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ബക്കറ്റ് സ്മെൽട്ടാക്കിയാൽ മതി. ബാക്കിയുള്ള അയണൊക്കെ തന്നെ നമ്മുടെ സീരീസ് മുന്നോട്ട് പോകുമ്പോൾ കിട്ടും. പക്ഷേ ഇവിടെ ബക്കറ്റ് തോടലായി കണ്ടിട്ട് കുറേ കിട്ടിയിട്ടൊക്കെ. അതായത് നമുക്ക് തൽക്കാലത്തിന് ഇത്ര അയണം മതി. ഇനി നേരെ വീട്ടിൽ പോയിട്ട് നമുക്കൊരു ബക്കറ്റ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി അവിടെ നമുക്ക് വീട്ടിൽ പോയിട്ട് നേരെ ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്. അതായത് വുഡ് ഇനി ഫോറസ്റ്റ് പോയിട്ട് നമുക്ക് മറ്റേ വുഡ് വെട്ടേണ്ടി വരും. ഫോറസ്റ്റ് പോയിട്ട് വുഡ് വെട്ടിയിട്ട് നമുക്ക് ഫെൻസ് ആക്കിയിട്ട് ഫുള്ള് നമ്മുടെ ചുറ്റിനും വെക്കാം. ആദ്യം വീട്ടിലേക്ക് എത്തട്ടെ. ഓക്കെ, അങ്ങനെ പുറലോകം കണ്ടു. വേഗം നമ്മുടെ അടുത്ത് തന്നെ ഒരു ഫോറസ്റ്റ് ഉണ്ട് സോക്കിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ കുറേ വുഡ് ഒപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ആക്സ് ഉണ്ടോയെന്ന് അറിയില്ല. ആക്സ് ഉണ്ട്, പക്ഷെ അത് പൊട്ടാനായി. നമുക്കൊരു കാര്യം ചെയ്യാം, ആക്സ് പൊട്ടണ വരെ ഞാൻ ഈ വുഡ് വെട്ടാം. അപ്പോൾ അത്യാവശ്യത്തിന് കുറേ വുഡ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഫെൻസ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ഈ ആക്സ് പൊട്ടണ വരെ വുഡ് കിട്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ഈ കയ്യിലുണ്ടായിരുന്ന ആക്സ് ഫുള്ള് പൊട്ടണ വരെ വുഡ് കളത്തിയത്. ഒരു സ്റ്റാക്ക് 29 ലോകം കിട്ടി. ഒരു സ്റ്റാക്ക് അല്ല, കുറച്ച് വുഡിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതും 29 കൂട്ടിയിട്ട് ഒരു സ്റ്റാക്ക് 29 കിട്ടി. പിന്നെ ഐസിക്ക് നിലത്ത് കിടക്കുന്ന സാധനം ലീഫ് ഫിൽറ്റർ, അത് കുറച്ച് കളക്ട്. കാരണം ലീഫ് ഫിൽറ്റർ പറഞ്ഞാൽ നല്ല ഉപകാരമുള്ള സാധനമാണ്. അത് ഈ പച്ചമാത്രം കളക്ട് ചെയ്യുക, ഐ മീൻ എൻ്റെ ഇൻവെൻട്രി ഫുള്ളാവണവരൊക്കെ കളക്ട് ചെയ്യാം. ആകുമ്പോൾ തന്നെ നമുക്ക് കോള് വെറുതെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ലീഫ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്താൽ മതി. വേഗം തന്നെ ഇവിടുത്തെ ലീഫ് ഫിൽറ്റർ ഒക്കെ എടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാക്കാം. ഐ മീൻ ഫാം ഉണ്ടാക്കാം. പിന്നെ ഫാം ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. മെയിനായിട്ട് നമ്മൾ 2 ഫാമാണ് ഉണ്ടാക്കുന്നത്. ഒരു ഫാം കൗവും ഒരു ഫാം ഷീപ്പുമാണ്. രണ്ടും ഒരു ഫാമിലാണ് ഉണ്ടാക്കുന്നത്. കൗവ് എന്ന് പറഞ്ഞാൽ ലെതറും മിൽക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ. ഷീപ്പ് പിന്നെ അറിയാലോ, നമുക്ക് വൂള് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ടും ഉണ്ടാക്കുന്നതിനെ കൊണ്ട് വേറൊരു ഉപയോഗമുണ്ട്, നമുക്ക് ഫുഡും കിട്ടും. ഹാർഡ് കോർ ആയതുകൊണ്ട് ഫുഡിന് വലിയ ക്ഷാമം ഉണ്ടാവില്ല. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഉണ്ടാക്കിയത്. ഓക്കെ, എൻ്റെ ഇൻവെൻട്രി ഫുള്ളായി. നമുക്ക് ഈ 2 സ്റ്റിക്ക് എടുത്ത് കളയാം. അല്ലെങ്കിൽ വേണ്ട, മഷ്റൂം എടുത്ത് കളയാം. മഷ്റൂമിൻ്റെ ആവശ്യമില്ല.
ഇനി ബാക്കിയുള്ളതൊക്കെ എടുക്കാം. വേഗം വീട്ടിൽ പോട്ടെ. ഓക്കെ കേസ് ഇതൊക്കെ കളത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇവിടേക്കിട്ട് കിട്ടിയാലോ നമുക്ക് ഒരു സ്പ്രൂസ്. ഞാൻ പിന്നെ പറയാൻ മറന്നു, ഈ 4 വെച്ചിട്ടുള്ള മരം ഉണ്ടല്ലോ സ്പ്രൂസിലോ, അത് കുറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാം, വളരില്ല. എന്താണെന്നും കമന്റ് ചെയ്യണം ഗൈസ്. കാരണം ഈ സ്ഥലത്ത് വെച്ചോണ്ടാന്ന് എനിക്കറിയില്ല. ഇവിടെ ഇതിപ്പോ 3-ാമത്തെ 4-ാമത്തെ വട്ടാണ് ഈ മരം വളർന്ന്. പക്ഷെ ഈ മരം കുറെ നോക്കിയിട്ടും വളരുന്നില്ല. ഞാൻ സ്ഥലം മാറ്റി വെച്ചു നോക്കണം, ചിലപ്പോ വളർന്നാലോ എനിക്കറിയില്ല. ഓക്കെ ഇവിടുന്ന് കുറച്ച് പ്ലാറ്റ്ഫോം ഒന്ന് വലുതാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാന്നാണ് തോന്നുന്നത്. അതിൽ വുഡ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഡേർട്ട് കുറച്ചുണ്ട്. ഒരു അത്ര ഡേർട്ട് ഉണ്ടാവും. നമ്മുടെ കയ്യിൽ 37 ഡേർട്ട് ഉള്ളത് തൽക്കാലത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ 37 ഡേർട്ട് ഇവിടെ വെച്ചിട്ട് ഫുള്ള് നിരത്തിയാണ് വെക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്ത് കുറേ. ഓക്കെ നമുക്ക് അത്യാവശ്യം വലിയ ഫാം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഈ ട്രേഡ് ഓക്കെ ഈ ഇപ്പൊ എന്താ കാട്ടുക. ഓക്കെ നമുക്ക് വീടിനെ വീട് ഇട്ടു. ഓക്കെ 2 കൊല്ലാം. ഓക്കെ നമുക്ക് 2 ലീഡ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ എടുക്കാനുള്ള സ്പേസ് ഇല്ല. ഇപ്പൊ നമുക്ക് സ്റ്റിക്ക് കളയാം. സ്റ്റിക്ക് കളയാം. ഓക്കെ നമുക്ക് ലീഡല്ലേ കിട്ടിയത്, ലെതറാണ് കിട്ടിയത്. നമുക്ക് ലീഡായിരുന്നു കിട്ടണ്ട്. ഓക്കെ നമുക്കിനി ഇത് ബാക്കി ഫില്ല് ചെയ്യാം. ഇവിടെ ട്രേഡർ നമ്മുടെ അടിയിൽ കിടക്കണ്ട, അവിടെ കിടക്കട്ടെ. നമുക്ക് ബാക്കി ഇവിടുത്തെ പ്ലാറ്റ്ഫോം ഫുള്ള് ഡേർട്ട് വെച്ചിട്ട് ഫുള്ള് നമുക്കിത് ഫില്ല് ചെയ്ത് കളക്കാം. ഓക്കെ ഇത് ഫുള്ള് നമുക്ക് ഫില്ല് ചെയ്യട്ടെ. പറ്റാത്ത തന്നെ ഫില്ല് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ നമ്മൾ കുറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്ക് രാത്രി നമുക്ക് കടന്നുറങ്ങാം. പക്ഷെ അത്ര സ്പേസ് പോരാ, നമ്മുടെ ഫാമിംഗ് ഏരിയക്ക് കുറേ സ്പേസ് വേണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് കുറച്ച് മണ്ണ് നമുക്ക് എടുക്കാം, എന്നിട്ട് അവിടെ കൊണ്ടുവയ്ക്കാം. അതാണ് ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ചത്. ഓക്കെ നമുക്ക് ഇവിടുന്ന് 10 മണ്ണ് കളക്ട് ചെയ്യാം. നമ്മുടെ ഷവലിപ്പോ പൊട്ടും. ഷവല് പൊട്ടണമെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യാൻ നോക്കാം. പിന്നെ ബക്കറ്റിന്റെ ആവശ്യമുണ്ട്. നമുക്ക് 1 ബക്കറ്റ് 2 ബക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ 1 ബക്കറ്റ് ഉണ്ടാക്കുള്ളൂ ഞാൻ, കാരണം 2 ബക്കറ്റൊക്കെ അയൺ വെറുതെ വേസ്റ്റ് ആണ്. 2 ബക്കറ്റൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് അയൺ വെച്ചിട്ട് പല ഉപയോഗങ്ങളുണ്ടാവും. 28 കൂടുതൽ ഡേർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ അവിടെ വെച്ചാൽ നോക്കി നോക്കാം എത്ര കിട്ടും നോക്കാം സ്പേസ്. ഓക്കെ ഇത് ഞാൻ വെച്ചിട്ട് ഞാൻ നിങ്ങള് കാണിക്കാം. ഓക്കെ ഗൈസ് നമ്മൾ ഇവിടുത്തെ ഫുള്ള് മണ്ണ് എടുത്തിട്ട് ഇവിടെ മണ്ണ് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് ഞാൻ പോയിട്ട് കുറച്ച് ഫെൻസ് ഉണ്ടാക്കിക്കൊണ്ട് വരാം. പിന്നെ ഫെൻസിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് കുറച്ച് കൃഷി നടാൻ. ഇപ്പൊ നമുക്ക് ആകെപ്പാട് 4 വീറ്റേ ഉള്ളൂ. വീറ്റിന്റെ സീഡ് നമുക്ക് കുറെ കിട്ടണം, എന്നാലേ നമുക്ക് മറ്റേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനും ബേസിൽ ലിഫ്റ്ററൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഭയങ്കര ഭയങ്കര ഇതാണ്. സ്പേസ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ പഠിക്കണം. പിന്നെ ഇത് ഉരുക്കാൻ വയ്ക്കാം. നമുക്ക് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഈ ചെയ്യാൻ ഉരുക്കാം. ഓക്കെ അവിടെ കിടന്ന് ഉരുക്കട്ടെ. 10 മിനിറ്റ്. ഓക്കെ ഇനി നമുക്കുള്ള വുഡ് വെച്ചിട്ട് നമുക്ക് കുറേ ഫെൻസ് ഉണ്ടാക്കണം. ഫെൻസ് ഗേറ്റും, എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ഫാം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അതിന്. ഈ സാവ് തന്നെ ഉണ്ടാക്കട്ടെ പെട്ടെന്ന്. ഓക്കെ ഗൈസ് നമ്മൾ 64 ഫെൻസ് 5 ഫെൻസും പിന്നെ കുറച്ച് 2 ഫെൻസ് ഗേറ്റും ഉണ്ടാക്കിനു. നമുക്ക് ഇത് ഫുള്ള് ഇവിടെ നിരത്തി വെക്കാം. ഈ ഫെൻസ് അങ്ങനെ വെക്കണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധാരണ നമ്മൾ ഇതൊക്കെ വെക്കുമ്പോഴേ കുറെ മൃഗങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ ഫീൽഡ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഫെൻസ് വെക്കുമ്പോൾ അങ്ങനെ നശിക്കില്ല, നമ്മുടെ ഫീൽഡും കാര്യങ്ങളൊന്നും നശിക്കില്ല. പറഞ്ഞാൽ നമ്മൾ കയറി ചാടി നശിക്കും, ജീവികൾ കയറി ചാടി നശിക്കുന്നില്ല. അപ്പോൾ വേഗം ഫുള്ള് വെക്കാം ഇവിടുന്ന്. ഓക്കെ നമുക്ക് പുതിയ ആക്സ് ഉണ്ടാക്കണ്ടോ? ആക്സിൻ്റെ അത്രയും കാലം നിൽക്കണം. ഒരെണ്ണം മിക്സ് ക്ലിക്ക് ചെയ്താൽ ഫുള്ള് തീർന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ. ഇവിടെ വലിയൊരു സ്ഥലം തന്നെ ഉണ്ട് നമുക്ക് ഫാമിങ്ങിൻ്റെ ഏരിയക്കായിട്ട്. തികയോന്ന് അറിയില്ല, നോക്കാം. ഓക്കെ ഇവിടുന്ന് ഇത് ഫുള്ളായിട്ട് വെക്കാം നമുക്ക്. ഓക്കെ ഗൈസ് നമ്മൾ ഫുള്ള് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പോയിട്ട് പുതിയൊരു ആക്സ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്, പറ്റില്ല. വേഗം പോയിട്ട് പുതിയൊരു ആക്സ് ഉണ്ടാക്കിക്കൊണ്ട് വരാം. പിന്നെ നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ വെച്ച അയണൊക്കെ സ്മെൽറ്റ് ചെയ്തിട്ടുണ്ട്. വെച്ചിട്ട് ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. ഒരു ബക്കറ്റ് ഇപ്പം 2 ബക്കറ്റ് ഉണ്ടാക്കാം ആക്ച്വലി. 2 ബക്കറ്റ് ഉണ്ടാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് 2 ബക്കറ്റ് ഉണ്ടാക്കാം.
ഇപ്പൊ നമ്മുടെ കയ്യിൽ 2 ബക്കറ്റ് ഉണ്ട്. ഞാൻ പോയിട്ട് 2 ബക്കറ്റ് വെള്ളം കൊണ്ടുവരാം. 2 ബക്കറ്റില്ലെങ്കിൽ 1 ബക്കറ്റ് പോയിട്ട് ഓടി എടുത്തിട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അടുത്ത ബക്കറ്റ് എടുക്കാൻ വീണ്ടും ഓഷിലേക്ക് പോകണം. ഒക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്, പ്രത്യേകിച്ച് എൻ്റെ മാതിരിയുള്ളവർക്ക്. 2 ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വേഗം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട് ഇത് ഫുള്ള് നനയ്ക്കുക. വൈദ്യുതി ഇത് എങ്ങനെയാണ് ഇട്ടിരിക്കണേ, കാരണം അടിയിലൊന്നും ഇട്ടിട്ടില്ല. ഞാൻ എന്തെങ്കിലും കുഴപ്പമാവോ എനിക്കറിയില്ല, കാരണം വെള്ളം അടിക്കൊക്കെ പോയിട്ട് എന്തെങ്കിലും കുഴപ്പമാവണമെങ്കിൽ അപ്പം നോക്കാം. ഇനി ഓക്കെ, അത്രേ ഉള്ളൂ. പുതിയൊരു ഹോം കൂടി ഉണ്ടാക്കാം. ഹോം ഉണ്ടാക്കാം, ഹാക്സ് ഉണ്ടാക്കാം. ഓക്കെ, നമുക്കൊരു ഹോ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉണ്ടായിരുന്നൊരു ഹോ, സാറില്ല, ഞാൻ പറഞ്ഞ അഥവാ കിട്ടിയല്ലോ. ഇനി ഇവിടുന്ന് നമുക്ക് 2 ബ്ലോക്ക്, മിഡിലുള്ള 2 ബ്ലോക്ക് നമുക്ക് പൊട്ടിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഗേറ്റ് വയ്ക്കാം. നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കയറാനായിട്ട് പറ്റും. നൈസ്, ഫുള്ള് നമുക്കൊരു ടിൽറ്റ് ചെയ്യാം. ഫുള്ള് ടിൽറ്റ് ചെയ്ത് നിങ്ങൾ കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഫീൽഡ് ഫുള്ളും ടിൽറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ഒരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. 2 ബക്കറ്റ് വെള്ളം കൊണ്ട് ഇൻഫിനിറ്റ് ആയിട്ട് വെള്ളം കിട്ടാനായിട്ട്. പക്ഷെ അതുകൊണ്ട് ഇവിടെ ഫുള്ള് വെള്ളം നനച്ചിട്ട് ഫുള്ള് ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. ആൻഡ് പിന്നെ നമുക്ക് പറഞ്ഞതിന് ഇവിടെ വെള്ളം പോയായിരുന്നു, ലീക്കായി പോയായിരുന്നു. ഇവിടെ ഉയർത്തിയിട്ടുണ്ട്. അവിടെ ഞാൻ സ്റ്റോൺ വെച്ച് അടച്ചു. പിന്നെ നമുക്ക് 4 വീക്ക് ഉണ്ട്, അത് നമുക്ക് കാണാം. അപ്പൊ 4 വീക്ക് ഉള്ളൂ, പക്ഷെ 4 വീക്ക് നമുക്ക് പോരാ, കാരണം നമുക്ക് ഇനി വീക്ക് വേണം. ഇനി വീക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ചെടികൾ വീക്ക് കിട്ടാൻ കുറച്ച് പാടുന്നുണ്ട്. ഈ കാണുന്ന പുല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് വെട്ടി കളിച്ചാൽ മതി. ഈ പുല്ലക്കാട് വെട്ടുമ്പോൾ വീറ്റൊക്കെ കിട്ടിക്കോളും. ഓക്കെ, നമുക്കിപ്പോൾ 2 വീറ്റ് കിട്ടിയിരുന്നു. ഒരു 10-15 വീറ്റെങ്കിലും വേണം. വീറ്റല്ല, വീറ്റ് സീഡ്. ഞാൻ അത്രയും നേരം വീറ്റ് എന്നല്ല പറയുന്നത്. ഒരു 10-15 വീറ്റ് സീഡെങ്കിലും വേണം നമുക്ക്. ഫുള്ളല്ല, കുറച്ച് നിർത്തേക്കാം. ഞാൻ അതൊന്ന് കളക്ട് ഇപ്പോൾ വരാം. ഓക്കെ, നമുക്ക് 12 സീഡ് കിട്ടിയിട്ടുണ്ട്. വീറ്റ് സീഡ് അതൊക്കെ ഇവിടെ നട്ടേക്കാം. ഓക്കെ, സീഡ് ഫുള്ള് നട്ടുവെച്ചാൽ നമ്മുടെ അത്രയും വളർന്നു. ഈ ബാക്കിയുള്ള സീഡൊക്കെ വളർന്നു വരുമ്പോൾ ഈ ഫീൽഡില് മൊത്തം നമുക്ക് കവർ ചെയ്യും. നമുക്ക് അടുത്തൊരു ഫാം ഉണ്ടാക്കാനുണ്ട്. അതായത് നമ്മുടെ ഈ കൗവിന് സീഡിനെ കൊണ്ടുവന്നിട്ടുള്ള ഫാം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു വീറ്റ് വളർന്നാലേ അതിനെ 100 ഇരട്ടിയാക്കാൻ പറ്റുള്ളൂ. ഒരു വീറ്റ് വളർന്നവരെ കാത്തിക്കണം, അതോ ഒരു കമ്പോസ്റ്റർ എടുത്തുള്ള പൂവൊക്കെ ഉണ്ടാക്കണം. ഒരു ചെയ്യാറില്ല, പുറത്തു പോകുമ്പോൾ ഹാൻഡിൽ ചെയ്യാം. നമുക്കൊരു കമ്പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് പ്ലാങ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഇത് ഉണ്ടാക്കാം. ഇതല്ല, അത് കമ്പോസ്റ്റർ കാണിക്കണ്ടോ? കമ്പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കണം? നമുക്കൊരു കമ്പോസ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഇതിന്ന് നമുക്കൊരു ബോൺമിൽ പറ്റാത്ത ബോൺമിൽ എടുക്കാം. ഇതല്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിടാം. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിടാം. 10 സാപ്പിളിംഗ് ഒക്കെ ഇടാം. നമുക്ക് ഒരു ബോൺമിൽ കിട്ടിയിട്ടുണ്ട്. ഒരു ഇത് വളരണമെങ്കിൽ 2 എണ്ണെങ്കിലും വേണം തോന്നുന്നു. ഇതിടാൻ ഇടാൻ പറ്റുന്നുണ്ടല്ലോ. കുറച്ചുകൊണ്ട് ലീഫിലിട്ടിടാം. ഓക്കെ, നമുക്ക് 3 ബോൺമിൽ കിട്ടിയിട്ടുണ്ട്. പുറത്തിപ്പോൾ പോകണം, ക്രീപ്പർ ഉണ്ട്. സാറിൽ പോയി നമുക്ക് ക്രീപ്പറിനെ ഇങ്ങോട്ട് വിളിച്ചെടുക്കാം. ഇവിടെ നിന്ന് പൊട്ടിത്തെറിച്ച് നമ്മുടെ വീട് ഫുള്ള് കത്തും. ക്രീപ്പർ കിടക്കുന്നുണ്ട്. അയ്യോ, ഓക്കെ, വീടുള്ളിക്ക് എങ്ങനെയെങ്കിലും വീഴാൻ പറ്റും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ പൊട്ടിത്തെറിച്ചില്ല. ഈ 6 സ്ലാബ് കൊണ്ട് നമുക്ക് ഇവിടെ ഫുള്ളാണ് നിറച്ചിരിക്കാം. ആകുമ്പോൾ തന്നെ അറിയാണ്ടൊന്നും ഇതിൻ്റെ ഉള്ളിൽ കയറി വീഴില്ല ഞാൻ. ഓക്കെ, അതും കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും സ്ലാബ് വെച്ചിട്ടുണ്ട്. ഇവിടെ ടോർച്ചും വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും വളർന്നൊരു സ്ഥാനത്തേക്ക് നമുക്കൊരു വീറ്റ് കിട്ടി. നമുക്ക് 4 സീഡും കിട്ടി. ഓക്കെ, 4 സീഡോ? ഒരെണ്ണത്തിനോ? 4 സീഡോ? വാട്ട്? മാക്സിമം പോയി 2 കിട്ടാറുള്ളൂ. 4 സീഡോ കിട്ടുമോ? ഇപ്പൊ അത് തന്നെയാണോന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് ഇവിടെ കുറെ കവ്വൊക്കെ കിടക്കുന്നുണ്ട്. വേഗം തന്നെ പോയിട്ട് നമ്മുടെ ഫെൻസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കി ഉണ്ടാക്കാം. ഒരു ഫെൻസ് ഉണ്ടാകാൻ നമുക്ക് ഇതേ ചെയ്ത പരിപാടി. ഈ സൗണ്ടിൽ 23 ഉണ്ട്, അപ്പോൾ കുറച്ചുണ്ടാക്കിയാൽ മതിയാവും. ഓക്കെ, കുറച്ചൊന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ആദ്യം 2 ഇതുണ്ടാക്കാം. ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് ഇതുണ്ടാക്കാം, നമ്മുടെ ഫെൻസ്.
ഓക്കെ, നമുക്ക് ഇത് കുറച്ചുണ്ടാക്കിയിട്ട് അതിനകത്ത് ലോഡ് ചെയ്യാം. ഫെൻസ് ഇനി ഒരു 27 കൂടി മതിയാവും guys. കാരണം അവർക്ക് ഇനി നമ്മുടെ കയ്യിൽ ഓൾറെഡി 24 ഉണ്ട്. ഓക്കെ, ഇനി ഇതിപ്പോ എവിടെ സെറ്റ് ചെയ്യണം? ഇതിവിടെ എവിടെയെങ്കിലും നമ്മൾ മൈനിന്റെ അടുത്തായിട്ട് സെറ്റ് ചെയ്യാൻ guys. അതാണ് നല്ലത്. ഇതെന്താ കുഴിയാത്ത്? ഇവിടെ ഇനി ഉണ്ടല്ലേ, വെറുതെ കുഴിയാത്ത്. ഇവിടെ ഇട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഫെൻസ് കിട്ടാം. ഇവിടെ വേണ്ട guys. കുറച്ചുകൂടി ഒന്ന് സൈഡൊക്കെ ആക്കാം. ഇത് ഇതിന്റെ സെന്ററിലാക്കിയാൽ ആയി. എന്താ കാട്ടുന്നത്? ഓക്കെ, ഇവിടെ ഫുള്ള് നമുക്ക് നിരത്തി വെക്കാം. ഓക്കെ, ഓക്കെ, അങ്ങനെ നമ്മളിവിടെ ഫുള്ള് നിരത്തി കണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫെൻസും വെക്കാം. ഇതെന്താ ഇങ്ങനെ? ഈ ഭയങ്കര ലാഗ് ഉണ്ട് കേട്ടോ. പറയാതിരിക്കും, നല്ല ലാഗ് ആയിട്ടില്ല. നല്ല ലാഗ് ആയിട്ട് വയ്യ. ഗെയിം ആണെങ്കിൽ ഭയങ്കര ലാഗുമാണ്, ഒടുക്കത്തെ ലാഗാണ്. ഓക്കെ, ഇവിടെ ഫുൾ ഇത് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ആദ്യം 2 കൗവിനെടുക്കാൻ കിട്ടും. ഒരു കവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കവും 2 ഷീപ്പും മതി തൽക്കാലത്തിന്. അവിടെ ഒരു ഷീപ്പ് ഉണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് പോയിട്ട് ഈ കവിനെ അതിൻ്റെ ഉള്ളിൽ കയറ്റാം. കവാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, കവിനെ അവിടെ അടുത്ത് നമ്മൾ അടച്ചിട്ടുണ്ട്. ഓക്കെ, കവിനെ അടച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷീപ്പ് വേണം. നേരത്തെ ഇവിടെ ഒരു ഷീപ്പ് പോകണുണ്ടോ? ഇതിന്റെ കൺമുമ്പിൽ വെച്ച് ടീസ്പൂൺ ആയ സംശയം. ഓക്കെ, 2 ഷീപ്പ് ഉണ്ട് അവിടെ തോന്നുന്നുണ്ട്. ഇല്ല, രണ്ട് ഷീപ്പും ഒരു കവുണ്ട്. ഓക്കെ, ഈ 2 ഷീപ്പിനകത്ത് ലോഡ് ചെയ്യാം. എന്നിട്ട് അവസാനം ഓക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നല്ല നല്ല ഓരോരോന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാം. വരിയായിട്ടില്ല പിന്നാലെ വന്നോളൂ അവര്. ഓക്കെ, മെല്ലെ മെല്ലെ പോയിട്ട് നമുക്ക് ഇനി ഇവരിനൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റാം. അവിടെ ഇപ്പോൾ ഒരു പശു മാത്രമേ ഉള്ളൂ എന്താ ഒറ്റയ്ക്ക് വെക്കുന്നത്. ഇവരും കൂടി ഉണ്ടാവും. ഓക്കെ, ഓർഡർ തെറ്റാതെ കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർ അതിൻ്റെ ഉള്ളിൽ കയറ്റില്ല എന്നല്ല, കൊള്ളില്ല. എല്ലാരും അവര് തമ്മിൽ പുഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു കാര്യം തുടരാൻ പറ്റില്ല. കേറുക. ഓക്കെ, എല്ലാരും വന്നിട്ടുണ്ട്. ഇനിയും കൂടെ ഉള്ളൂ. ഓക്കെ, ഇതെന്താ ഇങ്ങനെ നടക്കണേ? ഇതെന്താണ് കഴിച്ചത് ഇങ്ങനെ? എന്താണ് ഇങ്ങനെ നടക്കണേ? ഇതെന്തത്? കേറില്ലേ? കിട്ടോ. ഹാവു, ഇപ്പൊ നേരെ കൊറേ നേരം നേരത്തെ ഇപ്പൊ എന്തുണ്ടായി? അതെന്താണ്? ഒരു വീട്ടിൽ ബാക്കി കൊടുക്കാം. അങ്ങനെ 4 2 കവും കിട്ടിയിട്ടുണ്ട്. ഈ ബാക്കിയൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പൊ തന്നെ അത്രന്നെ ഉള്ളൂ. നമുക്ക് ഇനി ഇവിടെ വേണമെങ്കിൽ ഇതൊന്നും സ്ഥലം മാറ്റി നോക്കാം. വളരില്ല ഒരുമിച്ച്. ഇനി നമുക്ക് എന്താ കാട്ടുന്ന ഒരു പിടുത്തോലും ഒന്നും അറിയില്ല. ഹങ്കർ കുറയുണ്ട്. ഹങ്കർ ഒന്ന് കഴിഞ്ഞട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇത് ഏകദേശം അവിടെ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ ട്രീ ഫാം സെറ്റ് ചെയ്യാൻ സ്ഥലമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ചുണ്ടാക്കാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് എവിടെയെന്ന് അറിയാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൺഫ്യൂഷൻ ആവുകയാണ് എവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 4 സ്ക്വയർ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഉണ്ടാക്കാം. ഇനി ഇത് വളരുമെന്ന് നോക്കണം ഗൈസ്, കാരണം ഇത്രയും കാലം ഇത് വളരണ്ടായില്ല. ഇനി ഇത് വളരാനുള്ളതാണ്. കാരണം ഇപ്പോൾ സ്ഥലം മാറ്റി വെച്ചു. ഇവിടെ ഞാൻ വെക്കാകുമ്പോൾ നമ്മളല്ലാതെ വേറെ ആരും കയറി വരില്ലല്ലോ പറഞ്ഞാൽ ഈ അടുത്തുള്ള ജീവികൾ അതൊന്നും കയറി വരില്ല. നമുക്ക് ഈ ഒറ്റ ഭാഗത്തെ എൻട്രൻസ് മതി. ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെ ഓക്കെ അങ്ങനെ വെക്കാം. അതുകൊണ്ട് നമുക്ക് കയറി വരാൻ പറ്റുമല്ലോ. ഇനി ഇത് വളരാനുള്ളതാണ്. കാരണം ഇനി വലിയൊരു മരം വരണം. വന്നില്ലെങ്കിൽ ഇത് എൻ്റെ വേൾഡിൻ്റെ എന്തോ ഒരു കുഴപ്പമാണെന്നേ ഞാൻ പറയുള്ളൂ. എന്നാലും അതെന്താ അങ്ങനെ വരാത്തത്? എനിക്ക് തീരെ ഒരു ഇതുമില്ല. എന്താ വരാത്തത് അങ്ങനെ? ഓക്കെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി. പിന്നെ ഒരു വില്ലേജ് കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ടൈം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ വില്ലേജ് കണ്ടുപിടിച്ചായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ട് ഒരു പമ്പിന് എക്സ്ട്രാ വന്ന കുറച്ച് പമ്പിൻ ഉണ്ടായിരുന്നു, അതെടുത്ത് അവിടെ വെച്ചു.
ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആദ്യം ഈ മരം നോട്ടട്ടെ. ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന സാപ്പിൽസ് ഇനി മൊത്തമാക്കിയാൽ കുറച്ച് എന്നിട്ട് ഈ മരം ഫുള്ള് നമുക്ക് വെട്ടിയെടുക്കാം. ഓക്കെ, അങ്ങനെ അതും വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ സെക്യൂരിറ്റി ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ബെഡ് ഉണ്ടല്ലോ അത് നമുക്ക് റെഡ് ആക്കാം. നമ്മളിപ്പോൾ കിടന്നൊരു വൈറ്റ് ബെഡിലാണ്, അത് റെഡ് ബെഡാക്കിയാൽ കുറച്ചുകൂടി ഭംഗി കൂടും. റെഡ് ബെഡിന് അല്ലെങ്കിൽ കുറച്ച് ഭംഗിയുള്ള നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതെടുത്തിട്ട് ഡൈ ആക്കണം. എന്നിട്ട് ഈ ഡൈയും ഈ ബെഡും കൂടിയിട്ട് ഒരു റെഡ് ബെഡ് ഉണ്ടാക്കിയിട്ട് അതേ സ്ഥലത്ത് വീണ്ടും തിരിച്ചേക്കുക. ഓക്കെ, ഇപ്പൊ നമുക്കൊരു റെഡ് ബെഡ് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു ബിറ്റ് നമുക്കൊന്ന് ഒഴിവാക്കണം, അതുകൂടി ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ നിന്ന്. എന്നിട്ട് പുതിയൊരു ഷവറ് ചെയ്യ. ഓ, നമ്മുടെ വീറ്റ് വളർന്നു കേട്ടോ, അതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യട്ടെ. ഇതെങ്ങനെ ഇത് ഞാൻ നേരത്തെ നേരാക്കിയതല്ലേ ഉള്ളൂ. ഇവിടെ രണ്ടെണ്ണം ഇട്ടേക്കുക. എന്നിട്ട് നമ്മുടെ വീറ്റ് ഇവിടെ വെച്ചിട്ട് നമ്മുടെ വീറ്റ് കിട്ടില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ ഉണ്ടാക്കുന്ന എപ്പിസോഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഈ ഒരു പിറ്റ് നമുക്ക് ആക്കി വെക്കണം. ഓക്കെ, നമ്മൾ 2 ഷവൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒക്കെ ഒരു പാത്ത് ചെയ്യുക. പാത്ത് ഫുള്ള് കണക്ട് ചെയ്യും നമ്മുടെ വഴി ഫുള്ളായിട്ട്. ഓക്കെ, എനിക്ക് ചെറിയൊരു ലാഗ് ഉണ്ട് തോന്നുന്നുണ്ട്. തോന്നല്ല, ശരിക്കും ചെറിയൊരു ലാഗ് ഉണ്ട്. സ്പീഡ് ഒന്നും നിങ്ങൾക്ക് എത്രത്തോളം അടിക്കുന്നതാകില്ല, ചെറിയ രീതിക്ക് ലാഗ് ഉണ്ട്. എന്റെ ഫോണിന്റെ കുഴപ്പമാവാൻ സാധ്യതയില്ല, കാരണം എന്റെ ഫോണ് പറഞ്ഞാൽ വിവോന്റെ നല്ല അടിപൊളി ഫോൺ തന്നെയാണ്. ഇത് വേറെന്തോ കുഴപ്പമാണ്, എന്റെ കയ്യിൽ നന്നെ ഇരിക്കണോണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ വീട് എത്തന്നെ മതി. പിന്നെ ഇവിടെ രാത്രി ഒരു വട്ടം കിട്ടില്ല, ടോർച്ച് ഉണ്ടാക്കി വെക്കാം. ഇവിടെ ഒരു ടോർച്ച് വെക്കാം. ടോർച്ച് അങ്ങനെ വെക്കാണ്ടേ കുറച്ചുകൂടി അങ്ങനെ തന്നെ അയക്കാൻ പറ്റുള്ളൂ. അത് സാറില്ല, ഞാൻ കരുതിയത് ഈ ഫെൻസ് ഉണ്ടല്ലോ, ഫെൻസിന്റെ മുകളിൽ വെക്കാന്നാണ്. തൽക്കാലം ഇപ്പം അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് നല്ല കൂടുതൽ പ്രോഗ്രസ് ചെയ്തു. ഇതും ഈ കാണുന്നതും പിന്നെ അവിടുത്തെ ആ ഷീപ്പ് ഫാം ഒക്കെ നമ്മളിന്ന് ഉണ്ടാക്കി. ഇന്ന് നമ്മൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ.